ഹായ്, എല്ലാവർക്കും സ്വാഗതം. ചരിത്രവും മിത്തുകളും നമ്മൾക്കിടയിൽ എന്നും ആകാംക്ഷ നിറക്കാറുണ്ട് അല്ലേ? ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് മനുഷ്യന് ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത ഒരു ശക്തിയെക്കുറിച്ചാണ്. അരാജകത്വത്തിന്റെ പ്രതീകമായ ലവായ്തൻ. എന്താണ് ലവായ്തൻ? ഇതിന്റെ ഉത്ഭവം അന്വേഷിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ താളുകളിലേക്ക് പോകാം. ലവായ്തന്റെ ഉത്ഭവം പ്രധാനമായും ബൈബിളാണ്. ഇതിന്റെ ഉത്ഭവത്തിന് രണ്ട് പ്രധാന സിദ്ധാന്തങ്ങളുണ്ട്. സൃഷ്ടിയുടെ ഭാഗം. ജോബിന്റെ പുസ്തകം അനുസരിച്ച് ലവായ്തൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യന്റെ യുക്തിക്ക് അതീതമായ തന്റെ അതിശക്തമായ കഴിവ് തെളിയിക്കാൻ ദൈവം സൃഷ്ടിച്ച ഒരു ഭീമാകാരൻ കടൽ ജീവിയാണിത്. ആർക്കും കീഴടക്കാൻ കഴിയാത്ത കട്ടിയുള്ള തോലും വായിൽ നിന്ന് തീയും വരുന്ന ഈ രാക്ഷസൻ ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ തെളിവായി ലോകത്ത് നിലകൊള്ളുന്നു. പുരാണങ്ങളിലെ സ്വാധീനം. പല പണ്ഡിതരും ലവായ്തന്റെ യഥാർത്ഥ ഉത്ഭവം ബൈബിളിനും മുമ്പുള്ള കനാനൈറ്റ് പുരാണങ്ങളിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നു. അവിടെ ലോട്ടൻ എന്നൊരു കടൽ സർപ്പമുണ്ട്. ലവായ്തനെ പോലെ തന്നെ ദുഷ്ടതയെ പ്രതിനിധാനം ചെയ്യുന്ന 7 തലകളുള്ള രാക്ഷസനാണവൻ. ലോകം സൃഷ്ടിക്കുന്നതിനു മുൻപ് ഈ ആദിമ അരാജകത്വ ശക്തിക്കെതിരെ ദൈവം യുദ്ധം ചെയ്തു എന്നും ലവായ്തനെ തകർത്തു എന്നും ബൈബിളിലെ സങ്കീർത്തനങ്ങളും യെശയ്യാവും സൂചന നൽകുന്നു. അതായത് ലവായ്തൻ സൃഷ്ടിക്കപ്പെട്ടതല്ല, സൃഷ്ടിക്കു മുൻപുള്ള അന്ധകാരത്തിൽ നിന്നുണ്ടായതും പിന്നീട് ദൈവത്താൽ കീഴടക്കപ്പെട്ടതുമായ ഒരു ശക്തിയാണ് ലവായ്തന്റെ രൂപം. ഇതിന് കൃത്യമായ രൂപം പറയുന്നില്ല. ചിലർ ഇതിനെ കടൽ സർപ്പം എന്നും മറ്റു ചിലർ ഭീമാകാരനായ ഡ്രാഗൻ എന്നും പറയുന്നു. എന്നാൽ ഏറ്റവും പ്രശസ്തമായ രൂപം കട്ടിയുള്ള ചിതമ്പലുകളും മൂർച്ചയുള്ള പല്ലുകളുമുള്ള തീയും പുകയും പുറപ്പെടുവിക്കുന്ന ഒരു ഭീമാകാരമായ ഡ്രാഗൻ രൂപമാണ്. ചുരുക്കത്തിൽ ലവായ്തൻ ദൈവത്തിന്റെ സൃഷ്ടിയായാലും ആദിമ അരാജകത്വമായാലും മനുഷ്യന്റെ ഭാവനയിൽ ഏറ്റവും ഭയം നിറച്ച ഒരു കടൽ ഭീകരൻ തന്നെയാണിവൻ. ലവായ്തനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതുപോലുള്ള അധികമാർക്കും അറിയാത്ത കഥകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ ആക്കിയിടാൻ മറക്കല്ലേ.